ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ സ്വീറ്റ് ബോക്സിലൊക്കെ കാണാറുണ്ട്. ഇതിന് പറയാമെന്ന് വെച്ചാൽ നെയ്വട അല്ലെങ്കിൽ ബാദുഷ എന്നൊക്കെ പറയും. നിങ്ങളെന്താ പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയിലാണ് ചെയ്തെടുക്കുന്നത്. 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ. കൂടുതൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഷുഗർ സിറപ്പിൽ ഇടുന്നതാണ്, അതുകൊണ്ട് അത്ര ചേർത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ച് ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ, അത് വിട്ടു പോകരുത്. പിന്നെ ഗീ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിത് ഹോം മെയ്ഡ് തൈരാണ്, അപ്പം കുറച്ച് പുളിയുണ്ട്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ട പരുവത്തിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കൂലേ, അതേപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കൊന്നും വേണ്ട, എന്നാലും നമുക്കൊന്ന് ബോൾസാക്കി എടുക്കേണ്ട വിധത്തിൽ വരെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയം വരെ ഒന്ന് അടച്ചു വെക്കാം. ഞാനിവിടെ ഒരു 1/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അതൊന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒരു 2-3 ഏലക്ക പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. നല്ലതുപോലെ വറ്റി ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. അതിന് മുൻപ് തന്നെ നമുക്ക് ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇതുപോലെ ചെറിയ ബോൾസ് ആക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കുക. എന്നിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോളാക്കിയാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ ഒന്ന് ആക്കി വെക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി കേട്ടോ. ഷുഗർ സിറപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി ഇത് നമ്മൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാതിരിക്കുക, അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളറാവും, അകം വേവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത്. അത് എടുത്ത ഉടനെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഷുഗർ സിറപ്പിൽ അതൊന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ അതിലിട്ടിട്ട് ഷുഗർ സിറപ്പൊന്ന് പിടിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ കിടക്കും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ബാദുഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.